ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു പേഴ്സണലി ഒരു കാര്യം പിന്നെ വരെ റിവീൽ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ഇന്ന് റിവീൽ ചെയ്യണേണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വ്ളോഗ് അങ്ങോട്ട് തുടങ്ങണേ. അപ്പോൾ ഞാൻ എന്തായാലും സ്മാർട്ടാണ്, നിങ്ങളെല്ലാവരും സ്മാർട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗായ്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഓഫീസിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഏകദേശം പണി തുടങ്ങാന്നുള്ള പ്ലാനാണ്. ഓഫീസിന് മേലാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. അതിലുണ്ടാവും നോക്കട്ടെ മേളിൽ ചെന്നിട്ട്. നമ്മുടെ ആന്റണി പുതിയൊരു സ്ഥലമാണ് ഗൈസ്. പുതിയല്ല നേരത്തെ ഉണ്ടായിട്ട് പോയത്. ഒരു ഹായ് നമ്മുടെ സജി ചേട്ടൻ. ആരാണതാ? ആശി ഉണ്ട് ഇവിടെ. ഗായ്സ് അതിൻ്റെ ഉള്ളിലാട്ട് കയറാൻ പോലെ അതിൻ്റെ ഉള്ളിലാട്ട് കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ട് എനിക്കൊരു വിഷയമായി. അപ്പം അതിൻ്റെ ഉള്ളിലാട്ട് കയറാനില്ല. അപ്പം നേരെ പണിക്ക് പോകണം. പണിക്ക് പോയിട്ട് എത്തിയിട്ട് ഞാൻ വരാം. ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി എത്തുമ്പോൾ വരാം. അപ്പൊ ഗായ്സ് അപ്പൊ അതുപോലെ തൃപ്പൂണിത്തറ സ്റ്റോറി തന്നെ എത്തിയടാ. അപ്പൊ ഇവിടെ കസ്റ്റമറൊന്നുമില്ല, എല്ലാവരും മുട്ടൻ പണി. സുജിത് ലാൽ ആണ് നമ്മുടെ സോമു ഗൈസ്. ഇവിടെ വന്നിട്ട് ഈ പ്രോഡക്റ്റ് ഒക്കെ ഇങ്ങനെ സ്കാൻ ചെയ്ത് കൊണ്ടുപോകണം ഗൈസ്. നമ്മുടെ പണിയുടെ ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് ഈ സാധനം. ഇങ്ങനെ പിടിക്കുക, ഈ സാധനം എടുക്കുക, ഇങ്ങനെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആകും. ഇങ്ങനെ ഫുള്ള് പച്ച കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. ഞാൻ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എൻ്റെ നിന്നുള്ള വണ്ടി ഇതാണ് കേട്ടാ. നമ്മുടെ വണ്ടിയിൽ നിന്ന് കംപ്ലൈന്റ് ആയിപ്പോയി ഗൈസ്. നമ്മുടെ വണ്ടി എഞ്ചിൻ പണിയായിട്ട് കംപ്ലൈന്റ് ആയിട്ടിരിക്കണേ. ഫുൾ എഞ്ചിൻ പണിയാ. പണിയും പാളിയും മൊത്തത്തിൽ പെട്ട് പരിപാടി ഒന്ന് തീർക്കണം. 2-3 സ്റ്റോറിൽ കുറച്ച് ആൾക്കാരെ കാണിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഞാൻ അവരെ കാണിച്ചു തരാട്ടാ. ബാക്കി കാണിക്കാൻ മടിയുള്ള ആൾക്കാരെ നമ്മൾ കാണിക്കണില്ല. മൈൻഡുള്ള ആൾക്കാരെ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, മൈൻഡുള്ള ആൾക്കാരുടെ സ്റ്റോർ എത്തിയിട്ട് ഞാൻ വരാം ഗൈസ്. അപ്പൊ ഗൈസ് ഞാനങ്ങനെ മരട് സ്റ്റോറി വന്നെത്തിയിട്ടുണ്ട്. മരട് ലെൻസ് കാർഡ് കഴിക്കണം. ഇത് ഈ കുഴിയുടെ കാര്യം ആരും മറക്കണം കേട്ടോ ഗൈസ്. ഇതൊരു ജിമിട്ടൻ കുഴിയാണ്. എല്ലാവരും കുഴിയിൽ വീഴാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഇത് ഈ ഷോപ്പും നല്ലൊരു ഷോപ്പാണ് കേട്ടോ. നല്ലൊരു ചായക്കടക്കുള്ള വകുപ്പുള്ള കടയാണ്. ഇതാണ് മരട് ലെൻസ് കാർഡ്. ശരത്ത് അവളൊക്കെ ഉണ്ടാ ഇഷ്ടമായ കുട്ടി. ആ കുട്ടീനോട് വ്ളോഗിൽ കാണിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞത്. ആ കുട്ടീനോട് ഒരു ദിവസം പറഞ്ഞ ആ വ്ളോഗിലൊന്ന് കാണിക്കാം. എന്തായാലും കൈയും കാണിച്ചിട്ടുണ്ട്. കസ്റ്റമറുകളുണ്ട്. ആ കുട്ടിക്കൊന്നും മിണ്ടാനും പറ്റില്ല. നിഷ്കളങ്കമായ ഒരു പാവം കുട്ടിയാണത്. ഞാനെന്തായാലും ഇവിടുത്തെ പണിയൊന്ന് കഴിക്കട്ടെ ഗൈസ്. സംഭവം എന്തെങ്കിലും എടുക്കുക, ഈ സാധനമൊക്കെ എടുക്കുക, നേരത്തെ വെച്ചതുപോലെ തന്നെ സ്കാൻ ചെയ്യുക. അതാണ് എൻ്റെ പണി. ഏകദേശം നമ്മൾ പണി സ്പീഡ് ആയിക്കോട്ടെ. എൻ്റെ ഇന്നത്തെ നിങ്ങളോട് പറയാണ്ട് പോയ ഒരു കാര്യമില്ലേ, അതെനിക്ക് കാണിച്ച് പറഞ്ഞ് തരാനുണ്ട്. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഞാൻ പണിയൊക്കെ തീർത്ത് പരിചയപ്പെടണമെന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ തേവരസ്റ്റോറിലേക്ക് പരിചയപ്പെടണമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. പേരൊന്നും കൊടുക്കാവോ? ആളോ വർഷ. ഞങ്ങള് വർഷാക്കിയെന്ന് വിളിക്കും ഗൈസ്. ഇതാണെന്തു ഇവിടത്തെ മാനേജർ കഴിഞ്ഞ 2ാമത്തെ വ്യക്തി അല്ലേ? ഇവര് രണ്ടും മൂടാണ് കേട്ടാ. മൂടെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. മൂടെന്ന് പറഞ്ഞാൽ നല്ല പൊളി വ്യക്തികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വന്നില്ല അവരെനിക്ക് പണിയെടുക്കണം ഗൈസ്. ഇങ്ങനെയല്ല, നമുക്കൊരു ആപ്പുണ്ട്. ഈ ആപ്പ് എടുക്കുക, ലോഗിൻ ചെയ്യുക, ഇതൊക്കെ തന്നെ നമ്മുടെ പണി. ഇവിടത്തെ പണിയും തീർത്തിട്ട് MG റോഡിൽ കൂടി ഒരാളെ പരിചയപ്പെടുത്താണ്ട്. അപ്പൊ ഗൈസ് MG റോഡ് സ്റ്റോറിൽ പരിചയപ്പെടുത്തുന്ന പറഞ്ഞൊരു വ്യക്തി പിന്നെ ഇവിടെ ഒരു പുതിയതായിട്ട് വന്നൊരു വ്യക്തിയാണ്. പേരെന്ന് പറയാ ആൽവിൻ. ഇവനെ ഇവിടെ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കിക്കൊടുക്കുക ഗൈസ്. കേട്ടാ, 1-2 വർത്താനം പറയാം, 2 തെറി പറയാൻ സന്തോഷമാണ്. ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ആ അവിടെ നിൽക്കുന്ന അത് ശ്രുതിരാജ്. ഒന്ന് തിരിഞ്ഞേക്കുമോ? വെൽക്കുതിരാജ് എന്ന് വിളിക്കും. അതാണ് ശ്രുതിരാജ്. ആ പിന്നെ അവിടെ കാണുന്നുണ്ട്. ഇയാളേക്ക് ഇപ്പൊ പരിചയപ്പെടുത്താത്ത എന്താന്ന് ചോദിച്ചാണ്. ഞാനും ഇവിടുത്തെ പണിയും ഇതൊക്കെ തന്നെ കഴിച്ചു. OTP അടിച്ച് മേടിക്കുക, പണി തീർക്കുക, പോയിട്ട് വരാം. ഞാൻ സർപ്രൈസ് കാണിച്ചു തരാം. ഞാൻ ഈ സ്റ്റോറിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ്രീസ ഗൈസ്. നമ്മളിപ്പോൾ ഈ സ്റ്റോറിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങി. ഈ സ്റ്റോർ ഭയങ്കര ഓർമ്മകളുണ്ടായി. എനിക്കൊരു ദിവസങ്ങളുള്ള സ്റ്റോറാണ് കഴിച്ചത്. ഈ വ്യക്തിയുടെ ഒരു ഹായ് ബൈ ഒന്നുമില്ല. അപ്പൊ ഈ സ്റ്റോർ ഭയങ്കര മിസ്സിംഗ് ആണ് ഗൈസ്. ഇപ്പൊ എല്ലാം പുതിയ ആൾക്കാരായോണ്ട് നമുക്ക് അത്രക്ക് കണക്ഷൻ ഇല്ല. എന്നാലും എല്ലാവരുമായിട്ടും കമ്പനിയാണ്. കമ്പനി ആയി വരുന്നതേ ഉള്ളു ഗൈസ്. ഞാനിപ്പോ നിൽക്കണ കല്യാൺ സിൽസിന്റെ ഫ്രണ്ടിലാണ് കേട്ടാ. എന്താണ് ഗൈസ് ഞാൻ പറഞ്ഞ സർപ്രൈസ് വിളിച്ചിരിക്കണം. എന്താണ് സർപ്രൈസ് എന്ന് അറിയാം? ഞാനൊരു ചിക്കനെ കാണാൻ വേണ്ടി വന്നതാണ്.
ആശിക്ക് വെള്ളം പുറകെ നടക്കുന്ന ഒരു പെങ്കൊച്ചാണ് കേട്ടാ. അതിന് ഉള്ളിലാട്ട് കയറി പോണം ഗൈസ്. എന്തായാലും ഞാൻ മേളിലാട്ട് എത്തട്ടെ. അതിനകത്ത് പോകുമ്പോ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഭയങ്കര തിരക്കാണല്ലോ ഗൈസ്. ഇപ്പൊ വാങ്ങി ഇരട്ടി വാങ്ങാന്ന് പറഞ്ഞു. ആദ്യത്തെ എന്നോട് കാശുണ്ട് കേട്ടാ. നേരെ മേളിലാട്ട് പോണം. എനിക്കാണെങ്കിൽ ടെൻഷനാണ് ഗൈസ്, വല്ലാണ്ട് ടെൻഷൻ. എങ്ങനെ പോണം? ലിഫ്റ്റിൽ കയറണം നേരെ മേലെ. അപ്പൊ ഗൈസ് നൈസായിട്ട് ഞാൻ അവളെ കണ്ട് മീറ്റ് ചെയ്തിട്ടിരിക്കണേ. അവളെന്റെ പറ്റേ തന്നെ ഉണ്ട് കേട്ടാ. എനിക്കാളെ ഈ ടെൻഷനൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട. ബാക്കിൽ നിൽക്കുന്ന ആള് സംസാരിച്ചിട്ട് വരാട്ടാ. കല്യാണത്തിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വ്ളോഗറായി തീരാൻ തീരുമാനിച്ചു എന്നാണ് ഗൈസ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അവളെ കണ്ട് അവളെ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ഗൈസ്, തിരിച്ചൊന്നും പറഞ്ഞില്ല. നടക്കാൻ ചുമ്മാ രസം, സന്തോഷം കൊണ്ട്, ഇഷ്ടം കൊണ്ടാണ് നടക്കണം കേട്ടോ. പറയും എനിക്ക് അവളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പുറകെ നടക്കണം. അപ്പൊ എന്തായാലും ഞാൻ അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇന്നത്തെ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തോള് ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഞാനങ്ങ് അവസാനിപ്പിച്ച് പോവുകയാണ്. ആശി ഓക്കെ. അപ്പൊ ബൈ, അടുത്തൊരു വീഡിയോ ഇട്ട് തരാം.